ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ഉണ്ടല്ലോ. എന്നത്തെയും പോലെ ഞാൻ രാവിലെ എണീച്ചു കൂട്ടാ, ചായക്കെല്ലാം വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഉഴുന്നും അരി അരച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വീട്ടമ്മേനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് തലേന്ന് നമ്മൾ ഈ അരച്ച് വെച്ചത് രാവിലെ ആകുമ്പോൾ ഈ പൊന്തി വരുമില്ലേ, അതാണ് കേട്ടോ, ഈ മാവ് പൊന്തി വരുമില്ലേ, അതാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. ചിലപ്പോൾ എന്തെങ്കിലും അരച്ചതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് ഇത് പൊന്തിയില്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ലോണം പൊന്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതൊക്കെല്ലാം ഉറപ്പുണ്ടായിന്. അപ്പോൾ മത്തി ഉണ്ടായിരുന്നു ഇന്നലെ അച്ഛൻ കൊണ്ടുവന്നേ. അപ്പോൾ അത് രാവിലെ ഞാൻ മുറിച്ചു. അപ്പം ഉഴുന്ന് ദോശ ആക്കുന്നത് കൊണ്ട് തന്നെ സാമ്പാർ വെക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ഉള്ള കറിയും കൂടി ആയല്ലോ. അത്ര വലിയ കഷ്ണങ്ങളൊന്നുമില്ല. ഒരു വെള്ളരിക്ക, പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടായിന്, കോവയ്ക്ക ഉണ്ടായിന്, വെണ്ടയ്ക്ക ഉണ്ടായിന്, പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും. നമ്മളെടുത്ത് അച്ഛന് ഭയങ്കര ഇഷ്ടമാട്ടെ ഈ സാമ്പാർ വെക്കുന്നത്. അച്ഛനിനി സാമ്പാർ മാത്രമാണ് നല്ലോണം ചോറെല്ലാം വേവിക്കും. അതുകൊണ്ട് അച്ഛന് വേണ്ടി മാത്രമാണ് കേട്ടോ പച്ചക്കറി വെക്കുന്നത് തന്നെ. അച്ഛൻ പച്ചക്കറിയാണ്, അച്ഛൻ അങ്ങനെ നോൺ വെജ് കഴിക്കലില്ല. ഇത്ര രാവിലെ ദോശ ചൂടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പിന്നെ കറിയെല്ലാം ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും എണീക്കുന്നതേ ഇല്ലോട്ടാ. നമ്മളെ പെപ്പ രാവിലെ എണീച്ചിട്ടുണ്ടായിന്. കാരണം അവന് ചെറിയൊരു വയറുവേദന എന്ന് രാവിലെ ചെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിന് എന്നെ. അമ്മ എനിക്കിങ്ങനെ വയറുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്തെങ്കിലുമൊക്കെ അതെല്ലാം പറഞ്ഞിട്ട് ഉറക്കി. പിന്നെ ആദ്യം എണീച്ചു, അമ്മയെ വയറുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എണീച്ചു. അപ്പം അപ്പോണ്ടും എണീച്ചു, ഓൻ കരയുന്ന അടിച്ച്. എൻ്റെ അപ്പോൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഞാൻ റൂമിലേക്ക് പോയിട്ട് ഓൻ കണ്ടാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വിടൂല, അമ്മേൻ്റെ അടുത്ത് കിടക്കുകയെന്ന് പറയും. അപ്പം ഞാൻ പിന്നെ റൂമിലേക്ക് പോയിട്ടേ ഇല്ല. ഞാൻ രാവിലെ ചായയെല്ലാം വെച്ചു. പിന്നെ ഫസ്റ്റ് തന്നെ സാമ്പാറാക്കാമെന്ന് വിചാരിച്ചത്. കാരണം അത് വേകുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പണി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം മുറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറിന് നിലക്ക് പൊതുവേ പച്ചക്കറി മുറിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വെള്ളരിക്ക അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അടുത്ത് മെയിനായിട്ടുണ്ടാവില്ല വെള്ളരിക്ക, കുമ്പളം, മത്തൻ, പിന്നെ കപ്പക്ക. ഇത്രയും സാധനങ്ങൾ മെയിനായിട്ട് എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലും ഒന്നായിട്ട് എന്തായാലും കറി ഉണ്ടാവും. പരിപ്പ് ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ഒപ്പരം പരിപ്പ് എടുത്തിട്ടിച്ച് അങ്ങനെ കറി വെക്കും കേട്ടോ. ഞാൻ ഫസ്റ്റ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലത്തെ ഡേ ആൻഡ് മൈ ലൈഫ് പറഞ്ഞിട്ട് ഫസ്റ്റ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിന്, ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ അതിലൊരു എനിക്ക് എല്ലാം ലിങ്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം കണ്ടിട്ടായിരിക്കാം എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിന്, ചേച്ചി പിന്നെ എപ്പോൾ അടുക്കളയിലാണെന്നല്ലേ, മടുപ്പ് വരുന്നില്ലേ, ഹാപ്പി ആണെന്നല്ലേ ചോദിച്ചിട്ടൊക്കെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിന്. ശരിക്കും എനിക്ക് കത്തിയിട്ടാണ് ഞാൻ ചെന്തിപ്പോൾ ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും വീഡിയോ എടുത്ത് നോക്കിയപ്പം ഒന്നാമത് എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിട്ട് ആ ടൈമിൽ, അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല മടുപ്പ് വരുന്നില്ലേന്ന്. അല്ലാതെ പണിയെടുക്കുന്നത് കൊണ്ട് മടുപ്പ് വരുന്നില്ലേന്നാണ് ചോദിച്ചതെങ്കിൽ എനിക്കത് എവിടെ തിരിഞ്ഞിട്ടാ പണിയെടുക്കുന്നതിൽ എന്ത് മടുപ്പ് എന്ന് ഉദ്ദേശിച്ചതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സന്തോഷമുള്ളൊരു ജോലി തിരഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുന്നതായിരിക്കും. അതാണ് ഏറ്റവും നല്ലതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ പണ്ട് ഭയങ്കര മടിയുണ്ടായ ഒരു കാര്യമാണ്. ഒരു 8-9 ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് ആ ടൈമാണ് ഞാൻ ഈ കുക്കിംഗ് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ. എൻ്റെ അമ്മമ്മയാണ് ഈ കുക്കിംഗ് പഠിപ്പിച്ചു തന്നെ. അപ്പോൾ അമ്മമ്മ രാവിലെ ഈ 5:30 വിളിക്കുമ്പോൾ അത്രോട്ടം ഞാൻ പ്രാഗിയിട്ടുണ്ട് അറിയാം. അമ്മമ്മേനെ കുറേ ഞാൻ പ്രാഗിയിട്ടുണ്ട്. എത്ര ഞാൻ മനസ്സുകൊണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് അറിയോ. ഇത് രാവിലെ എണീച്ച് മൂടില്ലാണ്ട് എണീക്കും, കുളിച്ച് ഇടക്കിടക്ക് വിളക്കത്തിക്കാൻ പറയും. അങ്ങനെയാലും രാവിലെ വിളിച്ചുകൊണ്ട് കൊടുക്കും അമ്മ, അതൊരു ശീലമുണ്ടായിന്. ഞാൻ രാവിലെ എണീച്ചിട്ടാകുമ്പോൾ ഈ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അമ്മയുള്ള ദിവസം അമ്മ ചീത്ത പറയും കുഞ്ഞിനെ വിളിക്കണ്ടാവട്ടെ, പക്ഷെ അമ്മമ്മ വിളിക്കൊണ്ടാ. പിന്നെ അപ്പം ഞാൻ ഈ ഉറങ്ങുന്നതൊക്കെ അഭിനയിക്കും. ഞാൻ രാവിലെ അറിയും, പക്ഷെ ഞാൻ എണീക്കാനുള്ള മടി കൊണ്ട് പണിയെടുക്കാനുള്ള മടി കൊണ്ടില്ലേ ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിക്കും. അപ്പം ഇങ്ങനെ റൂമിൽ കിടക്കുമ്പോൾ ഈ മുറ്റടിക്കുന്ന സൗണ്ട് കേൾക്കും രാവിലെ. അമ്മമ്മ മുറ്റടിക്കും ഒരു 7 മണി 7:30 ആകുമ്പോൾ. അപ്പോൾ ആ മുറ്റടിക്കുന്ന സൗണ്ട് കഴിഞ്ഞാൽ ഞാൻ എണീക്കും. ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുറ്റടിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് മുറ്റടിക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാലേ ഞാൻ എണീക്കും. ഇപ്പം എനിക്ക് ഏറ്റവും ഞാൻ ഇപ്പം ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഈ മുറ്റെല്ലാം അടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഫുള്ള് ശരിക്കും മുമ്പിൽ മാത്രമേ എല്ലാവരും അടിക്കലുള്ളൂ. ഞാൻ ഈ വീടിൻ്റെ ചുറ്റും അടിക്കും. അടിച്ചങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി പോകും ഞാൻ. കാരണം ഞാൻ അത്രയും സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഈ വീട്ടുപണി എന്നുള്ളതിൽ. പക്ഷേ വീട്ടുജോലിയിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ അങ്ങനെ തീരുമാനമില്ല കേട്ടോ. അങ്ങനെ ഇപ്പം അംഗൻവാടി പോയാലും ഞാൻ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കും. പഠിക്കാൻ പോകണം, ഫാഷൻ ഡിസൈനിങ്ങനെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പോകും ഞാൻ. പക്ഷേ മടിയുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തീരെ മടിയില്ല കേട്ടോ ഇപ്പം അടുക്കള പണിയെടുക്കാൻ.
പിന്നെ എനിക്ക് ഈ കറിയാക്കുന്നതും ചോറാക്കുന്നതും ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഈ പൈലാണ്. കാരണം വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള പണികളിൽ ഏർപ്പെട്ടാൽ അത്രയും ഒരു നല്ല കാര്യമെന്ന് വിചാരിക്കുന്നത് ഞാൻ. കാരണം എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. വെറുതെ ഇരിക്കുമ്പോഴേ എന്തെല്ലോ ചിന്തിച്ച് എവിടെല്ലോ എത്തിയിട്ട് അത് ചിന്തിച്ച് രാത്രിയാകുമ്പോൾ കരയിൽ മൂഡ് സ്വിങ്സ് വരൽ ഇങ്ങനത്തെ എല്ലാം എനിക്ക് ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് എത്തി ഓവർ തിങ്ക് കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടാ. ഒറ്റ കാഴ്ച ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മടുപ്പ് വരും. കാരണം പണികൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണ്ടേ എന്നുള്ളൊരു മടുപ്പ് വരും. വേറെ പണി എടുക്കുന്നതിൽ എനിക്കൊരു മടുപ്പോ താല്പര്യക്കുറവൊന്നുമില്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇടയിൽ എത്തിയല്ലേ. അങ്ങനെ ഞാൻ മീൻ കറിയാക്കി സാമ്പാറാക്കി ഇപ്പോൾ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നു. അപ്പം അപ്പോട്ടെ മാത്രമേ എണീച്ചിട്ടൂടാ, ഞാനും അപ്പോഴും മാത്രമേ ഇല്ലൂ. അപ്പം അപ്പോട്ടെ രാവിലെ എണീച്ചിട്ട് കുളിച്ച് അങ്ങനത്തെ ഒരാളാണ്. അതൊക്കെ രാവിലെ എണീക്കണം. അപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് അപ്പോട്ടെ അങ്ങനെ ഉഴുന്ന് ദോശ അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കലില്ല പൊതുവേ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ആക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഇഡ്ഡലി ഒന്നും വേണ്ട ഞങ്ങൾക്ക് വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊതിപ്പിച്ച് മീൻ കറിയെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കൊതിപ്പിച്ച് വേടാ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരടുപ്പിൽ മീൻ കറിയും ഒരടുപ്പിൽ ദോശയും അങ്ങനെയില്ല കേട്ടാ. എനിക്ക് ഇഡ്ഡലിൻ്റെ മാവ് പൊന്തിയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായിന് കേട്ടാ. നല്ല സോഫ്റ്റ് ദോശയായിന്. ദോശ അങ്ങനെ ആയിരിക്കും വലിയ ഇഷ്ടമല്ല ഉഴുന്ന് ദോശ. പിന്നെ ഞാൻ നെയ്യ് റോസ്റ്റ് ആക്കി കൊടുക്കും, നെയ്യിലൊരുക്കിയിട്ട് റോസ്റ്റ് ആക്കി കൊടുക്കും. നിങ്ങളെല്ലാം വീട്ടിൽ ഈ ദോശക്ക് എണ്ണ അതിനൊക്കെ ഉണ്ടാക്കിയില്ലേ? നമ്മളെടുത്ത് കണ്ട ചകിരിയില്ലേ, ചകിരീൻ്റെ ഒരു ചെറിയൊരു പീസ് കൊണ്ടാണ് ആക്കൽ. ഇതൊന്നും ഒന്നാവില്ല. ചിലവർ വാഴയുടെ ഇത് ഉപയോഗിക്കലുണ്ട്. അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോ സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ മഴ തന്നെ, എന്തേ അറിയില്ല, നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ അന്നേ ഈ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ടുണ്ടായിന്. ഞാൻ വെറുതെ നെയ്യിലെ കുപ്പി നോക്കുമ്പോൾക്ക് പിന്നെ അതിൽ നെയ്യില്ല. അവസാനം ഞാൻ വിചാരിച്ചു ഞാൻ ഇത് ഫുള്ളായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിന് പാട. പിന്നെ ഞാൻ ഇത്രയും ഉണ്ടാകുമ്പോൾ നെയ്യില്ലാത്തതുകൊണ്ട് അത് ഉരുക്കി നെയ്യാക്കാമെന്ന് വിചാരിച്ചു. ഇത്ര പോരം പാൽപ്പാടക്ക് ഒരു തുള്ളി നെയ്യേ കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പീടികയിലേക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ്യാക്കാൻ വിചാരിച്ചാണ്. അപ്പോൾ നെയ്യിലെ മണ്ണടിച്ചിട്ട് അപ്പോടെ മറ്റു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ നല്ല മണം ഉണ്ടല്ലോ പറഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെ പറയുന്നത് ക്യാമറ നോക്കിയിട്ടാണ് അയ്യോ ഇത് ക്ലിയർ ഇല്ല, ഇത് നീ ഇടുമോയെന്നെല്ലാം ചോദിക്കുന്നുണ്ട് എന്നോട്. ഞാൻ പറഞ്ഞാൽ ഇത് ഞാൻ എന്തായാലും യൂട്യൂബിലിടുന്നെ പറഞ്ഞ് എൻ്റെ സ്റ്റൈൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആൾ. പൊതുവേ അങ്ങനെ അപ്പോടെ രാവിലെ അങ്ങനെ ഞാൻ പണിയെടുക്കാൻ വേണ്ടി സംസാരിക്കലൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇന്നിങ്ങനെ കുറേ നേരം കൊണ്ട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടായിന്. ഏതൊരു ഭാര്യനെ സംബന്ധിച്ചിട്ട് ഇതവർക്ക് ഏറ്റവും നല്ല സന്തോഷം നൽകുന്നൊരു കാര്യമായിരിക്കും ഈ പണിയെടുക്കുന്ന സമയത്തുള്ള മാതിരി സംസാരിക്കില്ല. യാത്രയിലാണെങ്കിൽ അപ്പോട്ടമായിട്ട് വർത്താനം പറയട്ടെ പണിയെടുക്കുമ്പോൾ. ഇപ്പം പകലങ്ങനെ ആൾക്ക് സമയം കിട്ടിയില്ല, സ്കൂൾ ട്രിപ്പെല്ലാം എടുക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദോശ അങ്ങ് തിന്നിട്ട് പോയി, ഞാൻ രാവിലെ എണീച്ച് ആക്കിയതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് ആൾ ദോശ ഒന്നാണ് ഇതിനിട്ടാ. അത് ഒറ്റൊന്ന് പാത്രത്തിലിടാൻ പോലും ആൾ സമ്മതിച്ചിട്ടാണ്. കൈമ മതി എന്ന് പറഞ്ഞിട്ട് കയ്യിലെടുത്തത്. പെപ്പ ആ വയറുവേദന വന്നതിൽ തന്നെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. പാവം വേദന എടുത്തിട്ട് ഉറങ്ങിയാൻ തോന്നുന്നു. അങ്ങനെ അപ്പോട്ടൻ പിന്നെ ഒരു ദോശ ഒന്നും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ റസ്ക് ഉണ്ട് കുറേ, അച്ഛൻ റസ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ റസ്ക് എടുത്തിട്ടുണ്ടായി, എനിക്ക് ചോട്ടം വാങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ കുറേ റസ്ക്കായി. ഞാൻ പറഞ്ഞ റസ്ക് തിന്ന് തീർക്ക്, കുറേ റസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞ റസ്ക് തന്നേ പറഞ്ഞിട്ട് റസ്ക് തിന്നു. കുറേ സംസാരിച്ചു നമ്മൾ എന്തെല്ലോ ഏടില്ലൂ ഇല്ല കാര്യമെല്ലാം പറയുന്നുണ്ടായി. എന്തെല്ലോ സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നീ എന്താ ചൊട്ട മാത്രം വെച്ചത് കൺമിഷൻ ഇടാതെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ആൾക്ക് ഞാൻ രാവിലെ കൺമിച്ചിട്ട് തന്നെ കാണണം, അല്ലെങ്കിൽ പറയും. പോകുന്നതിന് മുമ്പ് കൺമിച്ചിട്ടില്ല, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം സ്കൂളില്ല ഇന്ന് ഓട്ടോറിക്ഷ എടുക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീച്ച് പോയി. നമുക്ക് നല്ല മഴയുണ്ട്. മഴ കുറയാൻ ആൾ ചായ കുടിക്കാൻ തിന്നേന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ചായ കുടിക്കാൻ നിൽക്കട്ടില്ല. മഴ കുറയാൻ കാത്തുന്നതാണ് നല്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ നെയ്യാക്കുന്നത് നല്ല തന്നെ. ഒരു കുപ്പി പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പാലുമായി അതിൽ നിന്ന് നെയ്യും ആയില്ലേ. നല്ല ശുദ്ധമായ നെയ്യും കിട്ടിയില്ലേ, നല്ല നെയ്യ്. ആ മണം ശരിക്കും. എന്നിട്ട് ഫസ്റ്റ് എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആക്കാനറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാവിൽ കുറച്ച് കൈക്കാക്കിയിട്ട് നാവിൽ വെച്ച് കൊടുത്തു. അപ്പോൾ പറഞ്ഞു അയ്യോ മലക്കുന്ന് കിട്ടുന്ന നെയ്യിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഭാഗത്ത് നെയ്യാക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ദോശയാക്കുന്നുണ്ടായിന്. അപ്പോൾ ഈ നെയ്യാക്കുന്ന തിരക്കിൽ ഈ ദോശ കരിഞ്ഞു പോയി കുറച്ച്. അതിനപ്പോട്ട് എന്തെല്ലോ കളിയാക്കുന്നുണ്ടായിരുന്നു എന്നെ. നെയ്യാകെ കുറച്ചേ കിട്ടിയിട്ടു കേട്ടാ, ഒരു തുള്ളിയേ കിട്ടിയിട്ട്. അത്രേ പാടേ ഉണ്ടായിട്ട്. ഞാൻ തുടങ്ങിയിട്ട് അത്രേ ഒരു 4-5 കുപ്പി പാലെന്ന് കിട്ടിയൊരു പാടയാണത്. അപ്പോൾ നല്ല ശുദ്ധ നെയ്യ് കിട്ടിയിട്ടുണ്ടായി. ഇത്ര പോരേ ഇല്ല കേട്ടാ, പക്ഷെ നല്ല മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിക്കുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിട്ടത്. അങ്ങനെ അപ്പോട്ടം പോയാടും ഞാൻ ഒരു ദോശയും കറിയും കൂട്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ പെപ്പ എണീച്ചിട്ട് വന്നിട്ട് എനിക്ക് വയറുവേദന എടുക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. രാവിലെ എണീച്ചാട് വയറുവേദന പറയുമ്പോൾ കുഞ്ഞിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ എണീച്ചാട് കിടക്കുക, നിനക്കൊന്നും വേണ്ട, എനിക്ക് തിന്നാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട്.
പിന്നെ അപ്പോണ്ണ വിളിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ അപ്പോട്ടം വന്ന് പിന്നെ കുറേ കഴിയുമ്പോൾ കാക്ക ഓക്കെ. എൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിന്. അപ്പോൾ എനിക്ക് പെപ്പൊക്കെ വയറുവേനായതുകൊണ്ട് എനിക്ക് ആ ഒരു എടുക്കാൻ തോന്നിയിട്ട. ഫോൺ എനിക്ക് ഓർമ്മയില്ല ശരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. ഫോണിൽ കരയുന്ന ടെൻഷനിലുണ്ടായിന് ഞാൻ. കുറച്ച് കഴിയുമ്പോൾ കാക്കെല്ലാം ഓക്കെ ആയി, ശരിയായി. എനിക്ക് ചായ വേണമെന്നെല്ലാം പറഞ്ഞു. ഇയാൾ കുറച്ചൊരു വിശപ്പിൻ്റെ ആളാണ്, ഇടയ്ക്കിടയ്ക്ക് വിശന്ന് കൊടുക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എനിക്ക് ദോശ വേണം, എനിക്കെല്ലാം ശരിയായി എന്നെല്ലാം പറഞ്ഞു. നമ്മൾ കണ്ണന് സുഖമില്ല കേട്ടോ. കണ്ണന് 2 ദിവസമായി ശ്വാസം മുട്ടും പനിയെല്ലാം. അപ്പോൾ ഇന്നലെ ഞാൻ തീരെ എണീച്ചിട്ടുണ്ടായിട്ട, കണ്ണ് മീഞ്ഞിട്ടാ. ഇന്ന് കുറച്ച് തല പൊന്തിനി. അപ്പോൾ രാവിലെ കുരുത്തക്കേട് തുടങ്ങി രണ്ടാളും. ഈ റെഡ് കളറിലെ മുഖംമൂടിയിൽ അപ്പോട്ടൻ വണ്ടിയിൽ വെക്കാൻ വാങ്ങിയതാണ്. പെപ്പായി വാശി പിടിച്ചിട്ടാണ് ഇത് കൈമെടുത്തിട്ടുള്ളത്. കുറേ നേരം നമ്മൾ വേണ്ടി പേടിപ്പിക്കുകയെല്ലാം ചെയ്ത് രണ്ടാളും കൂടിയിട്ട്. സ്പെഷ്യൽ കുക്കാണ് നമ്മൾ ഇറക്കുമതി. അപ്പോൾ നല്ല വയറുവേദന ഉണ്ടായിട്ട് ഇപ്പാണ് കുറച്ചെങ്കിലും ഒന്ന് ഓക്കെ ആയിട്ട് വന്നത്. കളിക്കുന്നുണ്ട് ഇടം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറിൻ്റെ കാരണം എന്താണ്. അതിൽ കയലായതുകൊണ്ട് ഇടക്കിടക്ക് വരും, ഇടക്കിടക്ക് ഉണ്ടാവില്ല, ഇടക്കിടക്ക് ഉണ്ടാവും, ഇടക്കിടക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് വേദനയാണെങ്കിൽ ഒരു 5 മിനിറ്റ് വേദന ഉണ്ടാവില്ല. അങ്ങനെയാണ് വേദന ഉണ്ടാവല്. ഇത് കണ്ടു നിൽക്കുന്നത് അത്ര വലിയ കണ്ടുക്കാൻ കഴിയില്ലട്ടെ ശരിക്കും. ആ വേദന സഹിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. അങ്ങനെ ഞാൻ തലാണെല്ലാം വയറിനെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കിടത്തും. വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ വേദന ഉണ്ടായിന്. ഇപ്പാന്ന് കുറച്ചെല്ലാം ഓക്കെ ആയിട്ട് ചായയെല്ലാം കുടിച്ച് കളിക്കാൻ തുടങ്ങിയത്. വേന പോയാ കുറച്ചുണ്ടാവാനാ അത് ശരിയോ, കളിക്കുക അന്നേരം ശരിയോ. അതാ കയ്യിൽ കണിഞ്ഞക്കല്ല, എത്ര വണ്ടി ആർക്കും കൊടുക്ക അല്ലേ, ആർക്കും കൊടുക്ക വണ്ടി. ഏതോ ചോറും കറിയെല്ലാം ഞാൻ രാവിലെ ആക്കിന് കേട്ടോ. ചോറ് ഞാൻ രാവിലെ ആക്കട്ടെ. ഇപ്പം വയറുവേദന എടുത്തിട്ട് കരഞ്ഞോണ്ട് തന്നെ എനിക്ക് ചോറാക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട. കറിയെല്ലാം ഞാൻ രാവിലെ ഇവൻ എണീക്കുന്നതിന് മുമ്പേ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പണിയില്ല, വെമ്പേ എടുക്കണം. എനിക്ക് ഈ മെല്ലെ എടുക്കുമ്പോൾ വേഗം ദേഷ്യം വരും. ഒന്നെടുക്കുമ്പോൾ തന്നെ വേഗം എല്ലാം ആക്കിയിട്ടുണ്ടോളാം. അല്ലെങ്കിൽ ഒന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇരുന്ന് പിന്നെ വേറെ ഇതെടുക്കുക, അങ്ങനെ നടക്കില്ല. പിന്നെ ഇങ്ങനെ മടി വരും. അതുകൊണ്ട് രാവിലെ എണീച്ച് കുളിച്ചാട് എല്ലാം ആക്കും. ഇന്ന് കുറച്ച് വൈകിന് എണീക്കാൻ. ഇന്നൊരു 5:45 കഴിഞ്ഞെന്ന് തോന്നുന്നു എണീക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇവനെ കൊണ്ട് കളിച്ചിട്ട് ഇങ്ങനെ തലയെ ശരിക്കും തന്നെ വേദന എടുക്കുന്നു. ഇന്നലെ വേദന ഉണ്ട്. കാരണം വേപ്പയ്ക്ക് ഇപ്പോൾ കുറച്ച് വാശി അധികമാണ്. ഈ നിലത്തെല്ലാം വീണ് തിരഞ്ഞിട്ടെല്ലാം കരയലില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം. ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നിലത്ത് വീണ് കരയൽ. പിന്നീടൊക്കെ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് അപ്പോട്ടൻ പോയിട്ട് അപ്പോൻ്റെ പേരെ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി, നിലത്തെല്ലാം വീണ് കരഞ്ഞ്. അപ്പം എൻ്റെ കൺട്രോൾ പോയി. നല്ല അടിയും കിട്ടി. എൻ്റെ അടയാളവും വന്ന് വെച്ചിട്ട് തല്ലാണ്ടാന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ കുരുത്തക്കെട്ടിന് എന്തായാലും അടി കൊടുക്കും ഞാൻ. ആ അടി കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്പം നന്നായി. ഇപ്പം അപ്പോടെ പോകുമ്പോൾ കരയലും ഇല്ല. അത്ര നല്ല മോൻ. മിനിയാന്നേ വന്ന തലവേദനയാണ്, ഇതുവരെ പോയിട്ട്. ഇന്ന് രാവിലെ ഇവൻ ഈ വയറുവേണ്ടത് കരയുന്നിടത്താണ് ഭയങ്കര തലവേദന ഒന്നും എനിക്ക്. നീ രക്ഷപ്പെട്ട് വിചാരിക്കുന്നുണ്ടാവുന്നു. തോലമ്മക്കാവൻ അമ്മക്ക് അതാ ഇഷ്ടം. കാലി അതാ കിട്ടണം നിനക്ക്. ആ സൈക്കിളിന്ന് ഒരു കെണീക്ക് ആടെ ഇരുന്നിട്ടാടെ സർക്കസ് കളിക്കുന്നു. അതെല്ലാം ഇളക്കി തുണിയെല്ലാം. കുറേ സപ്പോർട്ട് ഉണ്ടായിന് കേട്ടാ. നമ്മ ഒരു ജ്യൂസാക്കാണ്. 5 സപ്പോർട്ട് എടുത്തൊരു ജ്യൂസാക്കി. പെപ്പയ്ക്ക് നല്ല പുറത്തുനിന്നാണ്. പുറത്ത് ചാടണം, പുറത്തുനിന്ന് കൈ കേൾക്കണം. അങ്ങനെയെങ്കിൽ പുറത്തിറങ്ങാനുള്ള അടവ് എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം പെപ്പ എടുക്കും. അപ്പോൾ രാവിലെ മുറിച്ചതിൽ കുറച്ച് മത്തി ഉണ്ടായി കേട്ടാ, അത് മുറിക്കട്ടെ.
കന്മശി ഇട്ടിട്ടായിരുന്നു എട്ടിന് കൊണ്ടിട്ട സ്റ്റൈലെല്ലാം ഉണ്ട് കാണാൻ. തലയും അടക്കം വരുന്നുണ്ട് പൊഴിക്കപ്പം കൂടി വരുന്നുണ്ട്. ചേച്ചി പിള്ളേർ കളിക്കുന്ന അതൊന്നും എടുക്കല്ലേ ചേച്ചി ചേച്ചി അതൊന്നും എടുക്കല പിള്ളേർ കളിക്കുന്നു. കുപ്പിയും പാട്ടെല്ലാം അപ്പുറമുണ്ട്. അതൊന്നും എടുക്കല പിള്ളേർ കളിക്കുന്ന നമ്മളെ. നമുക്കടുത്തത് പീര പറ്റിക്കാം ഗൈസ്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയില്ല, ഫസ്റ്റ് ട്രൈ ചെയ്യാം. കണ്ടിട്ട് കേട്ടറിഞ്ഞെല്ലാം അമ്മ സൂക്ഷിച്ചു വെച്ച ചട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. ഇപ്പം വന്നിട്ട് അടിച്ച് കൊല്ലും അറിയില്ല. നല്ല പീരെല്ലാം പറ്റിക്കാന്നെല്ലാം വിചാരിച്ചിട്ടെല്ലാം സെറ്റാക്കി കേസ്. അപ്പോൾ പുതിയ ചട്ടി ആയതുകൊണ്ട് എന്തോ ഒരു മണം ഇങ്ങനെ, എന്തോ മണം എന്നൊന്നും പറയാൻ കഴിയില്ല. ഭയങ്കരമായിട്ടൊരു മണടിക്കുന്ന ഇങ്ങനെ മൂക്കിലേക്ക്. അപ്പോൾ പീര പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ കറിയെല്ലാം ആക്കിയ ശേഷം കൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരു മണം വരുന്നു. എന്തോ ഒരു മണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മണം തന്നെ. ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. ഞാൻ എന്നാക്കി കുരുമുളകും മുളക് പൊടിയെല്ലാം, ഇത് ശരിക്കും പച്ച കളറാണ് ഉണ്ടാവില്ല പീര പറ്റിച്ച്. ഞാൻ മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയെല്ലാം എടുത്ത് വാരിയിട്ടതിൽ. അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ മണം വരുമല്ല വിചാരിച്ചിട്ട് അപ്പോൾ കളറെല്ലാം മാറി ചുവപ്പ് കളറായിപ്പോയി പീരക്ക്. അനക്കെന്നെ കടിച്ചിരി വേണ്ടി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടാ, നല്ല മണം. ആ കുരുമുളകിലിട്ട് കഴിഞ്ഞിട്ട് തുറക്കുമ്പോൾ ഇല്ലേ നല്ല മണം അടിച്ചിന്. ഞാനത്ര മീൻ ലവറൊന്നും അല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിന് കേട്ടോ. അത് അതിൻ്റെ മണവും നല്ല ഇഷ്ടമായിന്, നല്ല വാങ്ങുന്നുണ്ട്. ഞാൻ വെച്ചോണ്ടാന്നൊന്നും അറിയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പണിയെല്ലാം ആയ ശേഷം നമ്മൾ മുകളിലേക്ക് പോയിട്ടാ. അപ്പോൾ നല്ല കാറ്റും മഴയും ഉണ്ടായിന്, നല്ല കാറ്റും ഉണ്ടായി നല്ല മഴയും ഉണ്ടായിന്. അപ്പോൾ മുകളിലിരിക്കാൻ നല്ല രസമാണ് ഈ മഴയത്ത്. നല്ല വാങ്ങുന്നവരെ നല്ല വാങ്ങാണ്. എന്നതാ ഞാൻ പോലെ എണ്ണടങ്ങി ഒന്ന് കൂടി തരും, ഒന്ന് കൂടി തരും. ആ അന്നേരം കൈ പൊട്ടും ചെയ്യും. അങ്ങനത്തെ സൂപ്പർമാൻ ഒന്നും ആവണ്ട നീ. ആ എന്നിട്ട് എന്നെ നട്ടിട്ടതല്ലേ അത് സൂപ്പറായിട്ടേ. സൂപ്പറായി. ആദ്യം വേണം ഒരടി വേണം, ആദ്യേ ഒരടി വേണം, ആദ്യേ ഒന്ന് ഒറ്റ ഒന്ന് വരപ്പാ. അങ്ങനെ നമ്മൾ തായറിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കൂട്ടാ. അപ്പോൾ കണ്ണന് പനിയായതുകൊണ്ട് മരുന്ന് കൊടുക്കണം. അപ്പോൾ ഈ പെപ്പ ഇങ്ങനെ മരുന്നിന് കാര്യമില്ല, മരുന്ന് ഭയങ്കര ഇഷ്ടമായി. മെഡിക്കൽ ഷോപ്പിൽ ഹോട്ടലും എടങ്ങുന്നെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. എല്ലാ കുഞ്ഞളി വേക്കലി ഓർഡർ ചെയ്യും മരുന്ന് കൊടുക്കാൻ. മരുന്ന് വെറിയില്ലൊരു കുഞ്ഞി. ചരിത്രത്തിൽ ഒന്നോ രണ്ടെണ്ണേ കാണും. വിശപ്പോ മരുന്ന് അവിടിക്കണ്ടേ? നീ പോലീസോ ഉള്ളിരിക്കലെന്നെ പണി. കഴിയുന്നില്ലാന്ന് പോയി പാവാൻ ആഗ്രഹമുണ്ട്, ആവുന്നില്ല. അതിൻ്റെ ഇടയിൽ അപ്പോട്ടം വന്നിട്ടുണ്ടായിന് കേട്ടാ. കുറേ നേരം അപ്പോൻ്റെ അടുത്തിരുന്ന് കുറേ സംസാരിച്ച് പെപ്പര കളി നോക്കി നമ്മൾ രണ്ടാളും. അപ്പോൾ എപ്പോൾ പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നത്, വീണ്ടും വിശപ്പ്. അപ്പോൾ രാവിലത്തെ മാവ് കുറച്ചുണ്ടായിന്. ഇവർ നെയ്റോസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞു കേട്ടാ. അപ്പോൾ ഞാനടുത്ത് ആക്കി കൊടുത്തു. നെയ്റോസ്റ്റ് എത്ര വേണമെങ്കിലും ഞാനത് തിന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് നെയ്റോസ്റ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല കേട്ടാ, എണ്ണക്ക് പകരം നെയ്യാക്കിയിട്ട് ഇങ്ങനെ ചുടുന്നത് തന്നെ. നെയ്യലിങ്ങനെ എനിക്കതൊന്നും ഇഷ്ടമായിട്ടില്ല.
മൈ റോസ് അല്ല നെയ് റോസ്റ്റ്. മൈ റോസ്റ്റാ. അങ്ങനെ ആക്ക് എങ്ങനെ ടൊമുക്കാക്കറ ടൊമുക്കാക്കറ എന്നാ ഞാൻ പോകും. വൃത്തിയിൽ പിടിക്ക്. ചൂടുണ്ട്. ഇത് പിടിക്ക്. പോ അവിടെ ഇരിക്കുന്നു. ആണോ പോയിരിക്കും. എത്ര ദോശ ഒന്നേ? 2 തന്നിനാ. ഗുഡ് ബോയ്. എന്നിട്ട് അതെല്ലാം പെറുക്കിയിടണം. കളിപ്പാട്ടെല്ലാം പെറുക്കിയിടണം. എന്നിട്ട് കളിപ്പാട്ടെല്ലാം എനിക്ക് പെറുക്കിയിടണോന്ന്. എന്തേ? അവര് ഫോണിൻ്റെ എന്ത് സ്റ്റേഷൻ? പോലീസ് ശിഷ്യ കുരുത്തം കെട്ട്. ഞാൻ കരയട്ടെ. എന്നാലും എന്നെ ചെയ്യുന്നല്ലേ. ഞാൻ കരയട്ടെ. എന്നെ ഓടി വരാ പോലീസുകാരി. എൻ്റെ മാമനാ. ഏത് മാമൻ? ഉണ്ടു. എൻ്റെ ഉണ്ടു ചിണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നേട്ടെ. കാരണം രാത്രി വരെ എടുക്കണം എന്നെല്ലാം വിചാരിച്ചു. പക്ഷേ എനിക്ക് നല്ല തലവേദനയുണ്ട്. എന്തോ ഒരു മടി പോലെ എന്തെല്ലാം പണിയെല്ലാം ഉണ്ട്. അത്ര അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.